قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا وجعلني مباركا أينما كنت أوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മകനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ചെറിയ പ്രായത്തിൽ സംസാരിച്ചതായ 4 പേരിൽ പ്രമുഖനാണ് സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി പറഞ്ഞതായി അല്ലാഹു വ്യക്തമാക്കുകയാണ്, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, അല്ലാഹു എനിക്ക് ഇൻജീൽ എന്ന ഗ്രന്ഥത്തെ നൽകുകയാണ്. വജഅലനി നബിയാ, അല്ലാഹു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വജഅലനി മുബാറക ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെയെല്ലാം ബറക്കത്താണ്, ബറക്കത്താണ്. വജഅലനി മുബാറക, അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കി. ആര് പറഞ്ഞു? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. ഐനമാ കുന്തു, ഞാൻ എവിടായിരുന്നാലും ബറക്കത്താൻ, തൊട്ടതൊക്കെ പൊന്നാവും. സുബ്ഹാനല്ലാഹ്. ഈസാ നബിക്ക് കിട്ടിയ പവിത്രത നിസ്സാരമല്ല. എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ്. പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു. എന്താ കാരണം? ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ. മുഫസ്സിരികൾ പറയുന്നു എല്ലാവർക്കും ഉണ്ട് ബറക്കത്ത്. പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്ത് പറഞ്ഞത്? അത് സാഹചര്യം ഉണ്ടായി. കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കാം. ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂജസ, കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് ഖുർആന്റെ വാക്ക്. എല്ലാവരും ഇങ്ങനെ ബറക്കത്തുള്ള നബിയാണ് മൂസാ നബി, ബറക്കത്തുള്ള നബിയാ ഈസാ നബി, ബറക്കത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഒരാളെ പറഞ്ഞാൽ മതി, അതിൽ നിന്ന് മനസ്സിലായിക്കോളാം. അത് മനസ്സിലാക്കാനാണ് വജഅലനി നബിയ, എന്നെ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് വജഅലനി മുബാറക, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാൻ. ബറക്കത്താക്കപ്പെട്ട വ്യക്തിയായി മാറി നബിമാരെല്ലാവരും. ഈസാ നബിയുടെ ബറക്കത്ത് അറിയേണ്ടതില്ലല്ലോ, നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു ബറക്കത്താണ്. എന്ത്? കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിഫപ്പെടുത്തുമാര് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. وأبرئ الأكمه والأبرص بإذن الله وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ കഴിവിനെ പറ്റി പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ്. പടച്ച റബ്ബ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ, പാണ്ട് ബാധിച്ചതായ ആളുകളെ, സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന് തടവിയാൽ മതി, പരിപൂർണമായ ശിഫയാണ്, ശിഫയാണ്. കുഷ്ഠരോഗവും പാണ്ട് ബാധിച്ച ആളുകളൊക്കെ വലിയ കൂടുതലുള്ള ആളുകളായിരുന്നു ഈസാ നബിയുടെ കാലക്കാലം.
അവരൊക്കെ കോത് തടവല് മതി. ആരുടെ? ഈസാ നബിയുടെ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈയൊന്ന് സ്പർശനം കൊടുത്താൽ പൂർണ്ണ ശിഫയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിനാണ് നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഈസാ നബി ദുആ ചെയ്തു, എന്ത്? യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള നാമം വെച്ച് കുഷ്ഠരോഗം മാറി. അവിടെ ഇമാമികൾ വിശദീകരിക്കുന്നുണ്ട്, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ രോഗശമനം കിട്ടിയത്. ഒന്ന്, യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള അള്ളാഹുവിന്റെ ബറക്കത്തുള്ള നാമം ഉച്ചരിച്ചതിന്റെ കാരണത്താൽ രോഗം ശിഫയായി. മറ്റൊന്ന്, ഇത് ഉച്ചരിച്ച വ്യക്തി ആരാണ്? ബറക്കത്തുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് രോഗം ശിഫയായി. രണ്ട് കാര്യം. നമ്മൾ യാ ഹയ്യ് യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശിഫ ആയിക്കോണമെന്നില്ല. കാരണം എന്താ? ഇത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് മാറി എന്നിട്ട് സീരിയൽ മാറ്റി കളിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ഇതാ കളി. അപ്പൊ പിന്നെ എന്ത് യാ ഹയ്യു? അപ്പൊ പിന്നെ നമ്മൾ ബറക്കത്തായില്ല. നമ്മുടെ സ്വഭാവം റെഡിയാക്കണം. നമ്മുടെ നിസ്കാരങ്ങൾ ചിട്ടയാവണം. നമ്മുടെ ഇബാദത്തുകൾ കണിശമാകണം. നമ്മൾ റജബിലും ശഅബാനിലും ബറക്കത്ത് കിട്ടാൻ വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് റജബിലും ശഅബാനിലും എന്ത് ചോദിക്കാൻ പറഞ്ഞത്? ബാരിക്കലനാ ബാരിക്കലനാ ബാരിക്കലനാ, ഞങ്ങൾക്ക് ബറക്കത്താ അല്ലാഹുവേ ബറക്കത്താ ചോദിക്കാൻ പറഞ്ഞു. ആര് ചോദിക്കും? റജബ് ഇപ്പൊ ഇന്ന് 6 കഴിഞ്ഞു. എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ സ്വന്തത്തെ പറ്റി ചിന്തിക്കാൻ. നമ്മളിൽ എത്ര പേർ, എത്ര സഹോദരങ്ങൾ, എത്ര സഹോദരിമാർ സ്വന്തമായി ബറക്കത്ത് തേടിയിട്ടുണ്ട് ഈ റജബ്? ഇത്രയും ദിവസമായി ഒറ്റയ്ക്കിരുന്നിട്ട് ഈ ദുആ ആര് ചെയ്തിട്ടുണ്ടാവില്ല. ഹത്തീബിച്ചതുമായിരുന്നപ്പോ ആമീൻ പറഞ്ഞു. അത് തന്നെ വഖത്തിന് പള്ളിയിൽ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അള്ളാഹ് ഇപ്പോഴാണ് അറിഞ്ഞത് റജബ് എത്തിയത്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവും. ആമീൻ പറയും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു, യാസീനിൽ ബഹുമാനപ്പെട്ടവരാകുന്ന 2 മഹത്തുക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാണ് യാസീനിൽ പറയുന്ന ചരിത്രം. ആരുടെ ചരിത്രം? ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളുടെ ചരിത്രമാണ്. ആരാണ് അനുയായികൾ? ഒന്ന് ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും. മുമ്പ് നല്ലോലെ കേൾക്കുമായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? നിങ്ങൾ നല്ല ഒച്ചത്തിലൊക്കെ ബഹുമാനം കൊടുക്കുന്നവരായിരുന്നു, ഇപ്പൊ പുറകോട്ട് പോകുന്നുണ്ട്. ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു, ഇമാം മത്താ റളിയല്ലാഹു അൻഹു, രണ്ടും വലിയ മഹാന്മാരാണ്. ക്രൈസ്തവർ അവരെ വിളിക്കുന്നത് പത്രോസ് മത്തായി എന്നാണ്. മത്തായി സുവിശേഷം കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാവൂല. പത്രോസ് മത്തായി, അതാണ് ആര്? ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു, വലിയ മഹാന്മാരാണ്. എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച നമ്മുടെ കിടയിൽ ഏറ്റവും അറിയപ്പെട്ടതാകുന്ന സ്വഹാബികളാണല്ലോ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതേപോലെ ഈസാ നബിയെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചവരും അവരുടെ കൂട്ടത്തിലുള്ള സഹാബത്തിൽ പ്രമുഖരുമാണ് ആര്? ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു. ഈ മത്താ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനുഭാവന്റെ ശിഷ്യന്മാരാണ് ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറയുന്നത്. എവിടെ? സൂറത്തുൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിനെ അറിയില്ലേ? മക്സലമീന, തംലീഖ, മർതൂനസ്, നൈനൂനസ് എന്ന് തുടങ്ങിയിട്ട് ആ നായയുടെ പേര് ഖിത്മീർ എന്നെഴുതുന്ന ആ നായയുടെ പേരടക്കം നമ്മുടെ വീടിന്റെ വാതിക്കൽ ഇങ്ങനെ റൗണ്ട് ചെയ്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ കാവലിന് വേണ്ടി എഴുതി വെച്ചിട്ടില്ലേ? കാവൽ കിട്ടുമെന്നാണ്. അവരുടെ പേരുകൾ ഇങ്ങനെ എഴുതി, നാമങ്ങൾ എഴുതിയിട്ടാണ് അത് ചെറിയ കോപ്പി എടുത്തിട്ട് നമ്മളൊക്കെ കൊണ്ടുവന്ന് എവിടെ വെച്ചിട്ടുണ്ട്? എല്ലാവരും മിക്കവരും അവരുടെ വീടുകളിൽ വെച്ചിട്ടുണ്ട്. ചിലർക്ക് എന്താന്ന് പോലും അറിയാൻ വരാം, സാധനം കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് സ്പോട്ടിൽ വെച്ചിട്ടുണ്ടോ? അങ്ങനെ ആളുകളാണ്. അത് ഈ മഹാന്മാരുടെ പേരുകളാണ്, അസ്ഹാബുൽ കഹ്ഫിന്റെ പേരാണ്. അവരുടെ ചരിത്രമാണ് എന്തിൽ പറയുന്നത്? സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്. അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ് ആര്? മത്താ റളിയല്ലാഹു അൻഹു. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. മത്താ എന്ന് പറഞ്ഞ ആരാ? ഈസാ നബിയുടെ 2ാമത്തെ ശിഷ്യനാണ് ബുത്റുസ് മത്താ. മത്തായി സുവിശേഷം എന്ന് പറയുന്നില്ല, അത് തന്നെ. പക്ഷെ സ്വഹാബത്താണ്, വലിയ മഹാന്മാരാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക.
വണ്ടി പോകുന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണം. അപ്പൊ ഇമാം ബുത്റുസ് റളിയല്ലാഹുനും മത്താ റളിയല്ലാഹുനും രണ്ടുപേരെയും ഈസാ നബിയുടെ അനുയായികളാണ്. ഈസാ നബി പറഞ്ഞു വിട്ടു എങ്ങോട്ട്? അന്താക്കിയ എന്ന് പറയുന്ന ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അവരെ പോയി ദീനി ദഅവത്ത് നടത്തി, അവരോട് പോയി ദീനി ദഅവത്ത് നടത്തി അവരെ എല്ലാം വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവരും, ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം, അതിനുവേണ്ടി പറഞ്ഞു വിടുക. ഇവർ രണ്ടുപേരും പോയി, ഇമാം ബുത്റുസും മത്തായും. ഇത് എവിടെ പറയുന്ന ചരിത്രമാണ്? യാസീൻ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആനിൽ പറഞ്ഞ ചരിത്രം. യാസീന്റെ ചരിത്രമായി പറയുന്നു. അതാ പഠിക്കണം. നമ്മൾ കുറെ നാളായിട്ട് യാസീൻ പോകുന്നുണ്ട്, ഇതുവരെ യാസീന്റെ ചരിത്രം പഠിച്ചിട്ടില്ല. യാസീനെ പറയുന്ന ചരിത്രം ഈ മഹാന്മാരുടെയാണ്. ഈസാ നബിയുടെ അനുയായികളാകുന്ന ഇമാം ബുത്റുസ് മത്താ റളിയല്ലാഹു അൻഹുയുടെ ചരിത്രമാണ് യാസീൻ. ശരിക്കും ശ്രദ്ധിക്കണേ. ഇവര് രണ്ടുപേരും നേരെ അന്താക്കിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് ചെല്ലുമ്പോ ആ നാടിന്റെ കവാടത്തിൽ തന്നെ ആരുണ്ട്? ആ നാട്ടിലുള്ളവർക്ക് വിഗ്രഹങ്ങൾ നിർമ്മിച്ചു നൽകുന്നതായ പ്രായം ചെന്ന ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന വ്യക്തി അവിടെയുണ്ട്. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരെ നന്നാക്കാൻ പോവാം. എന്ത് പറഞ്ഞു? അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി വേണ്ടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പറയാൻ പോവാൻ. ഏകദൈവ വിശ്വാസം പുൽകണം. ഇവരിപ്പോ കല്ലിനെയൊക്കെ ആരാധിക്കുന്നവരാണ്. ആ കല്ലിനെ മുള്ളിനെ ആരാധിക്കുന്നതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അവരോട് നിർദ്ദേശിക്കാൻ പോവാൻ. അപ്പൊ ഹബീബുൻ നജ്ജാർ എന്ന പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ പോകരുത്, കാരണം അങ്ങോട്ട് പോയാൽ അവർ നിങ്ങളെ കൊന്നുകളയും. ആ നാട്ടിലുള്ളവരൊക്കെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. അവർക്ക് വിഗ്രഹങ്ങൾ വർഷങ്ങളായി നിർമ്മിച്ചു നൽകുന്നത് ഞാനാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് വിഗ്രഹങ്ങളെ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അവരുടെ അവസ്ഥ എനിക്കറിയാം. നിങ്ങൾ ഏകദൈവ വിശ്വാസം പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ അവരാരും വിശ്വസിക്കില്ല. അപ്പൊ ഇവര് പറഞ്ഞില്ല, പോയേ പറ്റുള്ളൂ, ഞങ്ങൾ പോകണമെന്ന് നിർദ്ദേശമാണ്. ഈസാ നബിയുടെ അനുയായികളാണ് ഞങ്ങൾ, ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവരാണ് ഞങ്ങൾ, ഞങ്ങളെ പറഞ്ഞയച്ചത് ഈസാ നബിയാണ്, ഞങ്ങൾ ദീനി ദഅവത്തിന് വേണ്ടി പോവാൻ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയും. നിങ്ങളുടെ കഴിവ് എന്തൊക്കെയുണ്ട് അത് എന്നോട് പറയും. അപ്പൊ ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു മത്താ റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറഞ്ഞു ഈസാ നബിക്ക് എന്തെല്ലാം കഴിവുണ്ടോ ആ കഴിവുകളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഏതാ ഈസാ നബിക്കുള്ള കഴിവേതാ? കുഷ്ഠരോഗം പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ ശിഫപ്പെടുത്തും. മാത്രമല്ല മരിച്ചുപോയതാകുന്ന ആളുകൾക്ക് ജീവനിട്ട് കൊടുക്കാനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിക്ക് നൽകിയിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. മരിച്ചുപോയവരെ ജീവിപ്പിക്കാനുള്ള കഴിവാർക്കുണ്ട്? ഈസാ നബിക്കുണ്ട്. അത് ഞങ്ങൾക്ക് കഴിയും. മാത്രമല്ല വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തെ പറ്റി വിളിച്ചു പറയാൻ ഈസാ നബിക്ക് കഴിയുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായ ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം വിളിച്ചു പറയാനുള്ള കഴിവും ഈസാ നബിക്കുണ്ടായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്താ? മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നു, കുഷ്ഠരോഗം പാണ്ഡുരോഗമുള്ള ആളുകളെ ശിഫപ്പെടുത്തുന്നു. മാത്രമല്ല ഫുഡ് കഴിച്ചിട്ട് വന്ന ആള് ഇങ്ങനെ സ്കാൻ ചെയ്യും. സ്കാനറാണ് ആള് ഈസാ നബി അലൈഹി സ്വലാം. സ്കാൻ ചെയ്തിട്ട് പറയും ഹാജിയാരെ 3 പത്തിരി, പിന്നെ ശരി മട്ടന്റെ കറി, പിന്നെന്താ ഉള്ളത്? പിന്നെ നിങ്ങൾ ചായ കുടിച്ചിട്ടുണ്ട്, വേറെന്താ ഉള്ളത്? ഒരല്പം ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. എന്തെല്ലാം കഴിച്ചോ അതെല്ലാം ഇങ്ങനെ പക്കായിട്ട് വിളിച്ചു പറയും. ഒക്കെ ചവച്ചരച്ച് തിന്ന സാധനങ്ങളാണ്. പക്ഷെ ആളെ ഇങ്ങനെ നോക്കിയിട്ട് സ്കാൻ ചെയ്ത് പറയും ആര്? ഈസാ നബി അലൈഹി സ്വലാം. അള്ളാഹു കൊടുത്ത കഴിവാണ്, ഖുർആനാണ്.
ഇന്നലെ ഇപ്പൊ സ്കാനറൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വയറ്റിൽ എന്തെങ്കിലും ഉണ്ടോ, മുഴയുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ, എന്തെങ്കിലും കഴിച്ചതിന്റെ ഫുഡിൻ്റെതാകുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പോയിസൺ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇന്നിപ്പോ സ്കാനർ ഇറങ്ങിയിരിക്കുക. മുമ്പ് അതൊന്നും വേണ്ട. ഈസാ നബി ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇവൻ ഇന്ന സാധനങ്ങളാ കഴിച്ചത്. അല്ലാഹ് പറയാണ് ഖുർആൻ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാകുന്ന വസ്തുക്കളെയും വിളിച്ചു പറയാനുള്ള കഴിവ് അല്ലാഹു ഈസാ നബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു പിരിവൊക്കെ എടുക്കുവാണെങ്കിൽ ഹാജിയാർക്കൊന്നും മുങ്ങാൻ പറ്റൂല. കാരണം ഒന്നും ഇല്ലാന്ന് പറഞ്ഞാലും ഈസാ നബി അലൈഹിസ്സലാം പറയും, ഉമറിക്ക നിങ്ങളുടെ കയ്യിൽ ഇത്ര രൂപ ഇരിപ്പുണ്ട്, അത് അലമാരിയിൽ ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്പോട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓരോരുത്തരെയും വിളിച്ചു പറയും. നിങ്ങൾ ഇന്ന ഭാഗത്ത് കൊണ്ടുപോയി നിധി ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ, ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടില്ലേ, ഇത്ര ആഴത്തിൽ അത് കുഴിച്ചു വെച്ചിട്ടില്ലേ, ഒക്കെ വിളിച്ചു പറയും. മാത്രമല്ല വീട്ടിലുള്ള സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ഗോതമ്പ്, അരി, ഏത് സാധനം എല്ലാം അത് എത്ര ഉണ്ടെന്ന് വിളിച്ചു പറയാനുള്ള കഴിവ് ആളെ നോക്കി പറയുന്ന ശേഷി ഈസാ നബിക്കുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇമാം ബുത്തൂസ് മത്താർ റളിയല്ലാഹു അൻഹു ഈസാ നബിയുടെ ശിഷ്യന്മാരാ. അവര് പറഞ്ഞു, ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത എല്ലാ കഴിവും ഞങ്ങൾക്കുണ്ട്. അത് പറ്റുമോ? ഒരു നബിക്ക് കിട്ടിയ കഴിവൊക്കെ അവരുടേതാകുന്ന സ്വഹാബത്തിലും ഉണ്ടാകുമോ? ഉണ്ടാവുമെന്നാണ്. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. വിശുദ്ധ ഇസ്ലാമിന്റെ ഉസൂല് ഖായിദയാണത്. എല്ലാ അമ്പിയാക്കൾക്ക് അമാനുഷികമാകുന്ന കഴിവിലൂടെ നൽകുന്നതാണല്ലോ മുഅ്ജിസത്ത് എന്ന് അറബിയിൽ പറയുക. ഔലിയാക്കൾക്ക് അവരുടേതാകുന്ന അമാനുഷികമായ കഴിവിലൂടെ നൽകുന്നതിനാണ് കറാമത്ത് എന്ന് പറയും. അമ്പിയാക്കൾക്ക് അമാനുഷികമായ കഴിവിലൂടെ നൽകുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം ഔലിയാക്കൾക്ക് കറാമത്ത് എന്ന നിലയ്ക്ക് ഉണ്ടാവാം. ഇല്ലൽ ഖുർആൻ, ഖുർആൻ എന്ന മുഅ്ജിസത്താകുന്ന അമാനുഷിക ഗ്രന്ഥം ഒഴിച്ച്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം നൽകപ്പെട്ട ഗ്രന്ഥമാണ്. വേറെ ഒരൊറ്റ ഒന്നും ഒരാൾക്കും ഉണ്ടാവുകയില്ല. ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവാം, ഖുർആൻ മാത്രം ഉണ്ടാവുകയില്ല. ബാക്കി അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട സർവ്വ കഴിവും ഔലിയാക്കൾക്കുണ്ടാവാം.